നെയ്യാറിൽ നിന്ന് രക്ഷപ്പെട്ട കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടി ഏറെ നേരം നിരീക്ഷിച്ചതിന് ശേഷമാണ് മയക്കുവെടി വെച്ചത്. ഷഫീദ് റാവുത്തർ ചേരുന്നു നെയ്യാറിൽ നിന്ന് വിശദാംശങ്ങളുമായി. ഷഫീദ്, ഇപ്പോൾ കടുവയ്ക്ക് മയക്കുവെടി ഏറ്റു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. എന്താണ് ഏറ്റവും ഒടുവിലായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ജോൺ, അങ്ങനെ സ്ഥിരീകരിക്കുന്ന ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ ഈ സഫാരി പാർക്കിനുള്ളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. 9 മണിയോടുകൂടിയാണ് ഈ വയനാട്ടിൽ ഈ കടുവയെ പിടിച്ച അല്ലെങ്കിൽ ആ പിടിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത ഡോക്ടർ അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘം സഫാരി പാർക്കിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് ശേഷം 3 മണിക്കൂറോളം സമയം കടുവയെ നിരീക്ഷിക്കാൻ വേണ്ടിയാണ് എടുത്തത്. അതിന്റെ ആരോഗ്യസ്ഥിതി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് അല്ലെങ്കിൽ അത് പിന്തുടരേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ച ശേഷം അരമണിക്കൂർ മുൻപ് ഈ കടുവയ്ക്ക് നേരെ മയക്കുവെടി വെച്ചു എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിരീകരണം നൽകുന്നുമുണ്ട്. ഏതാണ്ട് അരമണിക്കൂർ മുൻപ് കടുവയ്ക്ക് മയക്കുവെടി വെച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ മണിക്കൂറിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരം മാത്രമല്ല, ഇതിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇതിന്റെ കണ്ണിനൊരു കാഴ്ചക്കുറവുണ്ടായിരുന്നു. മാത്രമല്ല ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നുവെന്ന് വയനാട്ടിൽ വെച്ച് ഇതിനെ പിടികൂടുന്ന സമയത്ത് തന്നെ സ്ഥിരീകരിച്ചതാണ്. അന്നേരവും ഇതിന് ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ നൽകിയതും ഈ ഡോക്ടർ അരുൺ സക്കറി ആയിരുന്നു. സ്വാഭാവികമായും അദ്ദേഹം നേരിട്ടെത്തി 9 മണിയോടുകൂടി ഇവിടെ നേരിട്ടെത്തി ഇതിന്റെ ആരോഗ്യസ്ഥിതി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് മയക്കുവെടി എന്നുള്ള നടപടിയിലേക്ക് കടന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ ഇതിനകത്ത് ഈ സഫാരി പാർക്കിനുള്ളിൽ ആടിനെ കൂട്ടിൽ കയറ്റി കെണിയൊരുക്കുന്ന അടക്കമുള്ള നടപടികൾ ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും ആ കടുവ കുടുങ്ങിയിരുന്നില്ല. അതിനുശേഷമാണ് ഇന്ന് അടിയന്തരമായി മയക്കുവെടിയിലേക്ക് കടന്നത്. ഇതിനുശേഷം ഏതാണ്ട് 15 മിനിറ്റാണ്, അതായത് ഡോട്ട് ചെയ്തതിനു ശേഷം 15 മിനിറ്റ് സമയം ഇത് പായും എന്നുള്ളൊരു വിവരമാണ് അത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം മാത്രമായിരിക്കും ഇത് ശാന്തമാവുക. സ്വാഭാവികമായും ഇതിനെ അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണ പരിധിയിൽ തന്നെ ഇതിനെ ഉൾപ്പെടുത്താൻ അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇതിനെ നിരീക്ഷണ പരിധിയിൽ തന്നെ ഇതിനെ വെക്കാനുള്ള നടപടികളും അകത്ത് പുരോഗമിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകൾ നമുക്ക് ലഭ്യമാകും. ജോൺ. ശരി ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്.